ഇടതുകോട്ട തകർത്ത് തൃപ്പൂണിത്തുറയിൽ ബി.ജെ.പി. അധികാരത്തിൽ. അഡ്വക്കേറ്റ് പി.എൽ. ബാബു മുനിസിപ്പൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബി.ജെ.പിയുടെ മുതിർന്ന കൌൺസിലർ രാധിക വർമ്മയാണ് വൈസ് ചെയർപേഴ്സൺ. നേതൃത്വത്തെ ഞെട്ടിച്ച് എൽ.ഡി.എഫിന്റെ 2 വോട്ടുകൾ അസാധുവാക്കപ്പെടുകയും ചെയ്തു. 2 റൗണ്ടുകളായാണ് വോട്ടെടുപ്പ് നടന്നത്. എൻ.ഡി.എയുടെ അഡ്വക്കേറ്റ് പി.എൽ. ബാബുവും എൽ.ഡി.എഫിലെ അഖിൽദാസും യു.ഡി.എഫിലെ സി.എ. ഷാജിയുമായിരുന്നു ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ 3ാം സ്ഥാനത്തെത്തിയ യു.ഡി.എഫ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി വീണ്ടും വോട്ടെടുപ്പ് നടന്നു. എൻ.ഡി.എയുടെ അംഗബലമായ 21 വോട്ടും അഡ്വക്കേറ്റ് പി.എൽ. ബാബുവിന് ലഭിച്ചപ്പോൾ 20 അംഗങ്ങളുണ്ടായിട്ടും എൽ.ഡി.എഫിലെ അഖിൽദാസിന് 18 വോട്ടാണ് ലഭിച്ചത്. നേതൃത്വത്തെ ഞെട്ടിച്ചാണ് 2 എൽ.ഡി.എഫ് വോട്ടുകൾ അസാധുവായത്. ആദ്യ റൗണ്ടിൽ മത്സരിച്ച യു.ഡി.എഫിലെ സി.എ. ഷാജിക്ക് 12 വോട്ടായിരുന്നു ലഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ 20-നെതിരെ 21 വോട്ടിനാണ് എൻ.ഡി.എയുടെ രാധിക വർമ്മ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. രാധിക വർമ്മയ്ക്ക് 21 വോട്ടുകളും എൽ.ഡി.എഫിലെ ബിന്ദു ശൈലേന്ദ്രന് 20 വോട്ടും ലഭിച്ചു. ആദ്യ റൗണ്ടിൽ മത്സരിച്ച യു.ഡി.എഫിലെ ശ്രീലത മധുസൂദന് 12 വോട്ടാണ് ലഭിച്ചത്. വികസന കാഴ്ചപ്പാടിൽ കൂട്ടായ പ്രവർത്തനമാണ് ലക്ഷ്യമെന്ന് തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് പി.എൽ. ബാബു പറഞ്ഞു. തീർച്ചയായിട്ടും ധാരാളം പദ്ധതികൾ മനസ്സിലുണ്ട്. എന്തായാലും വളരെ സുതാര്യവും സത്യസന്ധവും അഴിമതിരഹിതവുമായിട്ടുള്ള ഒരു ഭരണം മുന്നോട്ട് വയ്ക്കുക എന്നതാണ് പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം. കൂടാതെ തൃപ്പൂണിത്തുറയിലെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് രാജീവ് ചന്ദ്രശേഖർ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിരുന്നു. അദ്ദേഹം തൃപ്പൂണിത്തുറയിലെ പൗരപ്രമുഖരുമായിട്ട് വലിയൊരു ചർച്ച നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തൃപ്പൂണിത്തുറയിലെ പൗരാവലി വലിയൊരു നിർദ്ദേശത്തിന്റെ പട്ടിക തന്നെ അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പഠിച്ച് അതിൽ നിന്നും പ്രാഥമികമായിട്ട് ഏതൊക്കെയാണോ വേണം എന്നുള്ളത് മുൻഗണനാക്രമത്തിൽ ഞങ്ങൾ നടപ്പാക്കും. പ്രതിപക്ഷത്തെ കൂടി പങ്കാളികളാക്കി ജനകീയ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് തൃപ്പൂണിത്തുറ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ രാധിക വർമ്മ വ്യക്തമാക്കി. തൃപ്പൂണിത്തുറയുടെ ഒരു അഭിമാനമാണ് ബി.ജെ.പി. ഭരിക്കാൻ ചാൻസ് കിട്ടുക എന്ന് പറയുന്നത്. ജനങ്ങൾ മാറി ചിന്തിച്ചു. അതിൽ തീർച്ചയായിട്ടും ബി.ജെ.പി. പ്രവർത്തകർക്കെല്ലാവർക്കും തന്നെ ഏറ്റവും വലിയൊരു അഭിമാന നിമിഷമാണ്. വികസനം തന്നെയാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. തീർച്ചയായിട്ടും വികസനത്തിൽ ഊന്നി നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൽ കൂടുതലായിട്ട് എല്ലാവർക്കും ഒരുപോലെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും മുന്നേറുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളെല്ലാവരുടെയും കൂടെ തന്നെയാണ്, ഒപ്പമുണ്ട്, എല്ലാവർക്കും ഒപ്പമുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിച്ചായിരിക്കും ഭരണം മുമ്പോട്ട് പോവുക. യാതൊരു സംശയവുമില്ല. വികസനം തന്നെ നമ്മുടെ ലക്ഷ്യം. വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയായ ശേഷം ബി.ജെ.പി. പ്രവർത്തകർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഇടതുകോട്ടകൾ തകർത്തും യു.ഡി.എഫ് കേന്ദ്രങ്ങളിൽ കടന്നുകയറിയുമായിരുന്നു തൃപ്പൂണിത്തുറയിലെ ബി.ജെ.പി. മുന്നേറ്റം. ജനം, കൊച്ചി. കാട്ടാക്കടയിൽ എൽ.ഡി.എഫിൽ പൊട്ടിത്തെറി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം സി.പി.ഐക്ക് നൽകാൻ കഴിയില്ലെന്ന് സി.പി.എം നേതൃത്വം. പിന്നാലെ സി.പി.ഐ